ലുലു ഗ്രൂപ്പ് ഒരു MNC ആണോ? ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം ഈയിടെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവൻ വർക്ക് ചെയ്യുന്നത് ഒരു MNC-യിലാണെന്ന്. അവർക്ക് ഏകദേശം 10ഓളം രാജ്യങ്ങളിൽ അവർക്ക് പ്രസൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അവൻ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ഒരു MNC-യിലല്ല. അപ്പോൾ നമുക്ക് ഈ MNC അഥവാ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഇതെന്താണെന്ന് നോക്കാം. OECD ഗൈഡ് ലൈൻസ് പ്രകാരം ഈ 3 ക്രൈറ്റീരിയ ഫിൽഫിൽ ചെയ്താലേ ആക്ച്വലി ഒരു കമ്പനി MNC ആണോ അല്ലേന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതിൽ മിനിമം 2 രാജ്യത്തെങ്കിലും ആ കമ്പനിക്ക് പ്രസൻസ് വേണം. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനികൾക്കൊരു കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ ഇത് കുറെ രാജ്യങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വേണം. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏകദേശം 750 മില്യൺ യൂറോസിന്റെ മുകളിൽ ഇവർക്ക് റവന്യൂ അല്ലെങ്കിൽ വരുമാനം വേണം. ഈ 750 മില്യൺ യൂറോ എന്ന് പറയുന്നത് ഏകദേശം 8,000 കോടി ഇന്ത്യൻ റുപ്പീസിന് തുല്യമാണ്. അപ്പൊ ഈ 3 ക്രൈറ്റീരിയയാണ് ആക്ച്വലി മെയിൻ ആയിട്ട് ഒരു MNC-നെ നിർണ്ണയിക്കുന്ന ക്രൈറ്റീരിയകള്. ഇത് കൂടാതെയും വേറെയും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഒരു MNC-ക്ക്, പക്ഷെ അതിപ്പോ ഇവിടെ പറയുന്നില്ല. MNC-കൾക്ക് കുറച്ച് എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ, സാംസങ്, മൈക്രോസോഫ്റ്റ് അതുപോലത്തെ കമ്പനികൾ MNC-കൾക്ക് ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. പിന്നെ നേരത്തെ ഞാൻ ചോദിച്ചില്ല ലുലു ഗ്രൂപ്പ്, അത് നമ്മുടെ കേരളത്തിൽ നിന്നില്ലേ, അതും ഒരു MNC-ക്ക് എക്സാമ്പിൾ ആണ്. പിന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് MNC-കൾ വേറെയുണ്ട്. ആസ്റ്റർ ഗ്രൂപ്പ് ഒക്കെ ഒരു എക്സാമ്പിൾ ആണ് MNC-ന്റെ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും MNC-കൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.